Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ റെസിൻ ആർട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് സക്സസ് ആയോ എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. റെസിൻ ആർട്ട് വളരെ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വാങ്ങണം. അതിനാദ്യം നമ്മൾ ഈ ഒരു റെസിൻ ബോട്ടിൽ വാങ്ങണം. അപ്പോൾ റെസിനിൽ പാർട്ട് എ റെസിൻ, പാർട്ട് ബി ഹാർഡനർ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അതിൽ രണ്ടും ഞാൻ വാങ്ങിയപ്പോൾ റെസിൻ ആയിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ വാങ്ങുക. ഒന്ന് ഹാർഡനർ എന്നുണ്ടാവും, ഒന്ന് റെസിൻ എന്നുണ്ടാവും. അപ്പോൾ അത് മിസ്റ്റേക്ക് പറ്റാതെ നോക്കിയിട്ട് വാങ്ങട്ടോ. ഇനി എനിക്ക് വേണ്ടത് പെന്നിൻ്റെ ഒരു മോൾഡാണ്. അതായത് ഞാൻ പെന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പെന്നിൻ്റെ മോൾഡ് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയപ്പോൾ പെന്നിൻ്റെ മോൾഡ് കിട്ടി. ഇനി ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഒക്കെ ആയിട്ടുള്ള കുറച്ച് സംഭവമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് നോക്കിയിട്ടുണ്ട്, അതും കുറച്ച് വാങ്ങി. കാരണം ഞാൻ കൂടുതലായിട്ട് മെറ്റീരിയൽസ് വാങ്ങുന്നില്ല, കാരണം ഇത് സക്സസ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ആരും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങുക, എന്നിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഈ ഒരു റെസിൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈ ഒരു പെൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റീഫിലാണ്. ഈ ഒരു റീഫിൽ എല്ലാ ഷോപ്പിലും ഫാൻസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു മോൾഡ് നല്ല ഭംഗിയുണ്ട്. 3 ഷേപ്പിലുള്ള മോൾഡാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആമസോണിൽ 300 സംതിങ് ആണ് കേട്ടോ റേറ്റ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു ഗോൾഡൻ ഫ്ലേക്സ് ആണ്. ഇത് നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു പേപ്പർ ഗ്ലാസും അത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്കും വേണം. പിന്നെ മാസ്കും ഗ്ലൗസും എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെയ്ത് നോക്കാം. സക്സസ് ആവുമോ ഒന്നും അറിയില്ല. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൂൺ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്പൂണ് ഹാർഡനർ എടുക്കുകയാണെങ്കിൽ 2 സ്പൂണാണ് റെസിൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് നോക്കാണ്ടിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുക്കാവുന്നതാണ് കേട്ടോ. റെസിൻ മിക്സ് ചെയ്യുമ്പം സ്ലോലി ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ. പെട്ടെന്ന് സ്പീഡിൽ ഇത് പെട്ടെന്ന് മിക്സ് ആവുമെന്ന് വിചാരിച്ചിട്ട് സ്പീഡ് കൂട്ടി മിക്സ് ചെയ്താൽ അതിൽ ബബിൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സ്ലോലി തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോയിൽ സ്പീഡാക്കിയതാണ് കേട്ടോ. ഇത് മെല്ലെ വേണം മിക്സ് ചെയ്യാൻ. ഇനി കുറച്ച് ഈ ഒരു ഡ്രൈ ഫ്ലവേഴ്സ് കൂടി ഈ പെന്നിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു റെസിൻ ഇതിലേക്ക് ഒഴിക്കാം. ഇതിൽ ഞാൻ സിമ്പിളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആണ് കൊടുത്തത്. കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു, എന്നിട്ട് പ്ലെയിൻ റെസിന് കുറച്ച് ഒഴിച്ച് കൊടുത്തു, കുറച്ച് ആ ഗോൾഡൻ ഫ്ലേക്സ് കൂടി വെച്ച് കൊടുത്തു. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് 24 ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ആവുള്ളൂ. പിന്നെ ഇത് റൂം ടെമ്പറേച്ചറിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം ഇത് എങ്ങനെയാണ്, പെന്ന് റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ. 24 ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം, ഇത് സെറ്റ് ആയിട്ടുണ്ടോയെന്ന്. ഈ ഒരു ടൈം വരെ ഞാൻ പിടിച്ചെന്നാണ് കേട്ടോ, ഇത് തൊട്ട് നോക്കാതെ. ഇത് തൊട്ട് നോക്കിയാൽ നമ്മളുടെ ഫിംഗർ പ്രിൻ്റൊക്കെ അതിൽ പതിയും, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇതിൻ്റെ വർക്ക്. ഇത് ഒന്നുകൂടി നല്ല ഹെവി വർക്കൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്കിതിൽ പിഗ്മെൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് കളറൊക്കെ മാറ്റിയാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.